സാർ അതുപോലെ തന്നെ നമുക്കിപ്പം പൊതുവേ നമ്മുടെ യൂറോളജി ഒ പികളിൽ കൂടുതലും വരുന്നൊരു കേസാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവ്. അത് പല കാരണങ്ങളാലാവാം. കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് കുറച്ചും കൂടെ ഓൾഡർ ഏജിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഇങ്ങനത്തെ കണ്ടീഷൻസ് കാരണം അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പ്രോബബ്ലി അതൊക്കെ അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നത് കാരണം വാസ്കുലാർ കോസസ് കാരണമാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ യങ്ങർ ഏജ് ഗ്രൂപ്പിലും ഇതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പൊതുവേ കൂടുതലും സ്ട്രെസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടാണ് ഉണ്ടാവുക. വാട്ട് എവർ ബി ദ റീസൺ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ. രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. തുടക്ക സ്റ്റേജസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി അസുഖങ്ങളൊക്കെ ചികിത്സിച്ച് തുടങ്ങിയതിന് ശേഷം അതൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ചെറിയ മെഡിസിൻസ് കൊടുക്കുന്നു. മെഡിസിൻസ് ഇംപ്രൂവ്മെന്റ് ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഇഞ്ചെക്ഷൻസ്, ഇൻട്രാ കാവർണോസൽ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നു. ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നു. പക്ഷേ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് വൺ സ്റ്റെപ്പ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് എന്താ സജസ്റ്റ് ചെയ്യാനുള്ളത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഇതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും വെയിൻ്റെ ആർട്ടറി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു 90% നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. മേ ബി ഒരു ബ്ലഡ് ഫ്ലോ റിലേറ്റഡ് ഇഷ്യൂസ്, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. PDE5 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആണ് നമ്മുടെ അതിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പോൾ അതിൽ നമുക്ക് എഫക്റ്റ് വരാത്തവർക്ക് പറഞ്ഞ പോലെ കവർണോസൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഇഞ്ചെക്ഷൻസിന് പുറമെ നമുക്ക് ചില വാക്വം ഡിവൈസസ് അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള തെറാപ്പീസ് ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിലൊന്നും ബെനിഫിറ്റ് ഇല്ലാത്തവർക്ക് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സ പിനൈൽ ഇംപ്ലാന്റ് തെറാപ്പിയാണ്. അത് ഇപ്പോ ഇതിൽ എഫക്റ്റ് വരാത്തവർക്കും ചെയ്യാം. ഇനി ഓൾറെഡി എഫക്റ്റ് വന്നിട്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് ലോങ് ടേം ആയിട്ട് ഇങ്ങനെ ഇഞ്ചെക്ഷൻസ് എടുക്കുക അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് പിനൈൽ ഇംപ്ലാന്റ്. ഈ പിനൈൽ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു ഇഫക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് സാറിന് ഫ്രം ദി എക്സ്പീരിയൻസ് പ്രീവിയസ് നമ്മൾ ഒരു കേസ് ഇവിടെ പെർഫോം ചെയ്തതായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ആ ഒരു ഇഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് വേണം. നമുക്ക് വല്ലാതെ നമ്മൾ ഇപ്പോൾ ഉള്ള ലെങ്ത് കൂടുന്നോ അല്ലെങ്കിൽ അതിന്റെ ഗേർത്ത് കൂടുന്നോ അങ്ങനത്തെ ഉള്ള എക്സ്പെക്ടേഷൻസ് വെച്ച് വരുന്നവർക്ക് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതായത് നമുക്ക് ഇന്റർകോഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇറക്ഷൻസ് കിട്ടാൻ പറ്റുന്ന ടൈപ്പ് ഒരു സൊല്യൂഷനാണ് പിനൈൽ ഇംപ്ലാന്റ്. നമ്മൾ അത് ചെയ്തുകൊണ്ട് അതിന്റെ ലെങ്ത് കൂടുക, ഗേർത്ത് കൂടുക അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമുക്ക് ഇന്റർകോഴ്സ് ചെയ്യാനുള്ള ഇറക്ഷൻ കിട്ടുന്ന ടൈപ്പാണ്. നമ്മൾ ആക്ച്വലി ബേസിക്കലി അതിൻ്റെ അകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിംഗത്തിന്റെ അകത്തുള്ള ഒരു കവർണോസ എന്ന് പറഞ്ഞ അതിന്റെ ഭാഗത്ത് നമ്മൾ സിലിക്കന്റെ ഒരു റോഡ് പോലത്തെ, ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സിലിക്കൺ റോഡ് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെനിസ് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കും. അപ്പോൾ ഇന്റർകോഴ്സ് ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഒരു ടൈപ്പ് ഓഫ് ഇംപ്ലാന്റ് ആണ്. പിന്നെ നമുക്ക് വേറെയും പല ടൈപ്സ് ഇംപ്ലാന്റ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് 3 പീസ് അല്ലെങ്കിൽ 2 പീസ് എന്ന് പറയുന്ന, അതായത് ഇൻഫ്ലേറ്റബിൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇറക്ഷൻ വരിക. അല്ലാത്ത സമയത്ത് നമ്മൾ അതെ നമ്മൾ ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയിട്ട് അത് ഡീഫ്ലേറ്റ് ആകുന്നത് നോർമൽ പൊസിഷനിലോട്ട് വരുന്ന ആ ടൈപ്പ് ഇംപ്ലാന്റ് അവൈലബിൾ ആണ്. പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ഇംപ്ലാന്റ് ആയിരിക്കും. അത് നമുക്കൊരു 4 to 5 lakhs ആ റേഞ്ചിലൊക്കെ വരും. പക്ഷെ നമുക്ക് ഒരു സാധാ ടൈപ്പ് ഇതാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഇംപ്ലാന്റ് അവൈലബിൾ ആണ്. അത് തന്നെ നല്ലൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും. അതെ. അത് അധികം കോസ്റ്റ്ലി അല്ലാത്തൊരു ഓപ്ഷനാണ്. അതേപോലെ നമുക്ക് ഒരുമാതിരി എല്ലാവർക്കും ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അത് ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു സെമി റിജിഡ് സ്റ്റേറ്റിലിരിക്കും. അതായത് നമുക്ക് പക്ഷെ കൺസീൽ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ബന്ധപ്പെടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കോസ്റ്റ് കുറവാണ്, അത് കുറച്ചുകൂടെ സിംപ്ലർ സർജറിയാണ്, കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്.